നിലവിൽ അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ക്ലബ്ബായ ഇന്റർ മയാമിയുടെ താരമാണ് അർജന്റീന ഇതിഹാസം ലയണൽ മെസ്സി. 2023 ഇന്റർ മയാമിയിൽ എത്തിയ അർജന്റീന താരം 2.5 വർഷത്തെ കരാറാണ് ക്ലബ്ബുമായി ഒപ്പുവെച്ചത്. ഈ കരാർ 2025 ഡിസംബറിൽ അവസാനിക്കാനിരിക്കുകയാണ്. ലയണൽ മെസ്സിയെ ക്ലബ്ബിൽ നിലനിർത്താൻ താൽപ്പര്യപ്പെടുന്ന ഇന്റർ മയാമി പുതിയ കരാർ ഒപ്പുവെക്കുന്ന കാര്യത്തിൽ താരവുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. പുതിയ കരാറിന്റെ കാര്യത്തിൽ മെസ്സിയുമായി ധാരണയിലെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്റർ മയാമിയുടെ സഹ ഉടമയായ ജോർജ് മാസ്. ഇപ്പോൾ ഇതാ 2026 മാർച്ചിൽ ഇന്റർ മയാമിയുടെ പുതിയ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മെസ്സി തങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹം. ഇന്റർ മയാമി താരമെന്ന നിലയിൽ ലയണൽ മെസ്സി കരിയർ അവസാനിപ്പിക്കുന്നത് കാണാനാണ് ജോർജ് മാസ് താൽപ്പര്യപ്പെടുന്നത്. താൻ തൻ്റെ ആഗ്രഹം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. മെസ്സി പുതിയ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് തൻ്റെ സ്വപ്നം. എന്നാൽ മെസ്സിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. മെസ്സി അദ്ദേഹത്തിൻ്റെ കരിയർ ഇന്റർ മയാമിയിൽ അവസാനിപ്പിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സമ്മറിൽ വാർത്തയുണ്ടാകുമെന്ന് താൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അത് എത്രയും വേഗം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, ജോർജ് മാസ് പറഞ്ഞു. തനിക്ക് ഇക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസമുണ്ട്. കാരണം ലിയോ ഇവിടെ സന്തോഷവാനായിരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു താരമാണ് മെസ്സി. വരും വർഷങ്ങളിൽ ഇന്റർ മയാമിയിൽ മെസ്സിക്കൊപ്പം നിരവധി കിരീടങ്ങൾ ഉയർത്താൻ കഴിയുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു. ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ട് ആരാധകർക്ക് നല്ല വാർത്ത നൽകാൻ കാത്തിരിക്കുകയാണ് തങ്ങളെന്നും ക്ലബ്ബ് സഹ ഉടമ ജോർജ് മാസ് കൂട്ടിച്ചേർത്തു. ലയണൽ മെസ്സി ഇന്റർ മയാമിയിൽ എത്തിയതിനു ശേഷമായിരുന്നു ക്ലബിന്റെ തലവര മാറിയത്. 2023 ലീഗ്സ് കപ്പ് കിരീടമായിരുന്നു ഇന്റർ മയാമിയിൽ മെസ്സി ആദ്യം നേടിയത്. ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം കൂടിയായിരുന്നു ഇത്. 2024 MLS സപ്പോർട്ടേഴ്സ് ഷീൽഡും മെസ്സിക്കൊപ്പം ഇന്റർ മയാമി നേടി. ഇന്റർ മയാമിക്കായി ഇതുവരെ 60 മത്സരങ്ങളാണ് ലയണൽ മെസ്സി കളിച്ചത്. ഇതിൽ 49 ഗോളുകളും 24 അസിസ്റ്റുകളുമാണ് താരത്തിൻ്റെ സമ്പാദ്യം. നിലവിൽ ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലയണൽ മെസ്സിയും ഇന്റർ മയാമിയും. ഗ്രൂപ്പ് എയിൽ അൽ അഹ്ലി, പോർട്ടോ, പാൽമിറസ് എന്നീ ക്ലബ്ബുകൾക്കൊപ്പമാണ് ഇന്റർ മയാമി കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഈജിപ്ഷ്യൻ ക്ലബ്ബായ അൽ അഹ്ലിക്കെതിരെ മെസ്സിയും സംഘവും ഗോൾ രഹിത സമനില വഴങ്ങിയിരുന്നു. ഇനി പോർട്ടോക്കെതിരെയാണ് ടീമിൻ്റെ മത്സരം. മെസ്സിയുടെ വരവിന് പിന്നാലെ മറ്റ് ചില സൂപ്പർ താരങ്ങളും ഇന്റർ മയാമിയിലേക്ക് ചേക്കേറിയിരുന്നു. നിലവിൽ ജോഡി ആൽബ, സെർജിയോ ബുസ്കറ്റ്സ്, ലൂയിസ് സുവാരസ് എന്നീ സൂപ്പർ താരങ്ങൾ ഇന്റർ മയാമിയിൽ മെസ്സിക്കൊപ്പം കളിക്കുന്നുണ്ട്. ഇതിൽ ജോഡി ആൽബ മാത്രമാണ് ക്ലബ്ബുമായി പുതിയ കരാർ ഒപ്പുവെച്ചത്. ബാക്കി 3 പേരുടെയും കരാർ മെസ്സിയെപ്പോലെ 2025 ഡിസംബറിൽ അവസാനിക്കാനിരിക്കുകയാണ്. ഇവരുമായും കരാർ പുതുക്കാൻ ഇന്റർ മയാമി നീക്കങ്ങൾ നടത്തുന്നതായാണ് റിപ്പോർട്ട്. മെസ്സി വിരമിക്കുന്നതിന് മുമ്പ് അവസാനം കളിക്കുന്ന ക്ലബ്ബ് തങ്ങളുടേതായിരിക്കണമെന്ന അതിയായ ആഗ്രഹമാണ് ഇന്റർ മയാമി സഹ ഉടമ ജോർജ് മാസ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഇത് എത്രത്തോളം നടക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. 2000 ബാഴ്സ യൂത്ത് അക്കാദമിയിലെത്തിയ മെസ്സി 2021 വരെ ബാഴ്സലോണയുടെ ഭാഗമായിരുന്നു. 2005 ബാഴ്സ ബി ടീമിൽ നിന്ന് മെസ്സി സീനിയർ ടീമിലേക്ക് സ്ഥാനം നേടുന്നത്. ബാഴ്സക്കായി 778 മത്സരങ്ങളിൽ നിന്ന് 672 ഗോളുകളും 303 അസിസ്റ്റുകളും മെസ്സി സ്വന്തമാക്കി. 2021 PSG-യിലെത്തിയ താരം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്റർ മയാമിയുമായി കരാറിലെത്തിയത്. PSG ജേഴ്സിയിൽ 75 മത്സരങ്ങളിൽ നിന്ന് 32 ഗോളുകളും 35 അസിസ്റ്റുകളും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.